അടുത്ത വർഷവും അതിനങ്ങോട്ടുള്ള വർഷവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാവട്ടെ. എല്ലാവർക്കും ബൈത്തുൽ ഗാർഡനിൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെണ്ണിവെട്ട് പ്ലാന്റിനെ ഒന്ന് സുന്ദരിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒന്ന് വൈറ്റ് പോട്ടിലോ ഒന്ന് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നൊരു കണ്ടെയ്നറിലാണ് ഞാൻ നട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് സ്റ്റെം എടുത്ത് വെച്ചതായിരുന്നു, ഇപ്പം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇവരെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് പോട്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഹോൾസ് ഇല്ലാത്ത പോട്ട് തന്നെ നമ്മൾ വാങ്ങണം. അപ്പോൾ പോട്ട് വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ വെള്ളം വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെടികൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇതിലൊരു പിക്ചർ ഇടും. എല്ലാ വീഡിയോസിൽ ഇടാറുണ്ട്. ആ പിക്ചറിലൊന്ന് പ്രൊഡക്റ്റ് എന്നുള്ളിടത്തൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഗാർഡൻ ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്കതിൽ നിന്ന് ഓൺലൈനിൽ കൂടി വാങ്ങാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മി, അല്ലെങ്കിൽ പെർലൈറ്റ്, അല്ലെങ്കിൽ ചാണകപ്പൊടി, കൊക്കോപിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ NPK, DAP, അങ്ങനെയുള്ള സാഫ്, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഉപകരണങ്ങൾ, കത്രിക, അങ്ങനെയുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ വെച്ച പോട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പെണ്ണിവെട്ടി ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു പോട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് തിക്കായിട്ട് വളരും. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒന്ന് റെഡ് ഒന്ന് വൈറ്റ്, നല്ല ഭംഗിയുണ്ടാകും. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ പെണ്ണിവെട്ട് പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഒന്ന് ഞാൻ മണ്ണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വൈറ്റ് പോട്ടിൽ വെച്ചത്. ഇത് വെറും വെള്ളത്തിൽ വെച്ചതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബുഷിയാവും കേട്ടോ. നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാകാൻ നമ്മുടെ ചാണകപ്പൊടി മണ്ണൊക്കെ ലെയറായിട്ട് വെച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ബുഷിയായിട്ട് വളരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഒരു ആ പോട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയെടുത്തത് ഇതിൽ കാണിക്കുന്നില്ല, കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അതിൽ പൂപ്പൊക്കെ ഉണ്ടാകും. ആ പൂപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇനി ഇതിൽ നിന്ന് കുറച്ച് സ്റ്റെം എടുത്തിട്ട് ഞാൻ ആ പുതിയ പോട്ടിലേക്കും കൂടി, പുതിയല്ല, നമ്മുടെ ആദ്യത്തെ അതിലും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് പിന്നെയും ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചട്ടിയിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമുക്ക് കുറഞ്ഞ സ്റ്റെം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ പെണ്ണിവെട്ട് പ്ലാന്റ് കേട്ടോ. വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ പോട്ടിൽ വെള്ളം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിതപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുറച്ചൊന്ന് സ്റ്റെം എടുത്തിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെള്ളത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. എന്തായാലും ഒരു മാസം കൊണ്ട് ഈ ഒരു പോട്ട് തിക്കായിട്ട് വളരും കേട്ടോ. അല്ലെങ്കിൽ 3 ആഴ്ച മതി ഇത് തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടിലത്താണ് ഇഷ്ടമായതൊന്ന് പറയണം കേട്ടോ. ഇത് വൈറ്റ് ആണോ അല്ലെങ്കിൽ റെഡ് ആണോ എന്നിട്ട്